మాస్టర్ ఎస్ మేడం. మనము పిల్లలు కాలేదని చాలా బాధపడుతుంటాం. అది ఎంతవరకు కరెక్టో మనం గ్రహించాలన్నమాట, ఆలోచించాలి. ఇది కరెక్టా ఇలా బాధపడ్డము? അതെ മാഡം പറയുന്നത് എന്താ വെച്ചാല് നമുക്ക് കുട്ടികൾ ജനിക്കുന്നില്ല, അയ്യോ എനിക്ക് കുട്ടികൾ ജനിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കും. ഇത് ശരിയായ ഒരു രീതിയാണോ? ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഇരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് മാഡം ഈ ദിവസം ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ മാം. సో చాలా మందికి మీరు ఎందుకు తల్లులు కావాలనుకుంటున్నారు అని క్వశ్చన్ అడిగితే వాళ్ళు ఏమని ఆన్సర్ చెప్తారంటే మా వంశోద్ధారకుడు కావాలి, నేను తల్లిని అనిపించుకోవాలి, మా అత్త మామలు మా పేరెంట్స్ అడుగుతున్నారు, ఇలాంటి రీజన్స్ ఇస్తారు. ഇപ്പൊ ഒരു സ്ത്രീയോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്തിനാണ് ഒരു സന്താനം ജനിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉടനെ ആ അമ്മ പറയും, ഞങ്ങളെ വംശം നിലനിർത്താൻ, ഞങ്ങളെ വംശപാരമ്പര്യത്തിലെ ഒരു കണ്ണി അത് നിലനിർത്താൻ വേണ്ടി എനിക്കൊരു കുട്ടി വേണം. അല്ലെങ്കിൽ എൻ്റെ ഇൻലോസ് അമ്മായി അപ്പനും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് കുട്ടികളായില്ല, അല്ലെങ്കിൽ പേരൻസിന് കുട്ടികൾ വേണം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക്. അതുകൊണ്ട് എനിക്കൊരു ആകണം, എല്ലാരും മുന്നിലും എനിക്കൊരു അമ്മയാകണം, എന്റെ വംശപാരമ്പര്യം നിലനിർത്തണം, ഇതാണ് എന്റെ ഉദ്ദേശം എന്നാണ് അവരുടെ ഉത്തരം. ഓക്കെ. ఇది కరెక్ట్ ఆన్సర్స్ కావు. ഇത് ഒരു കറക്റ്റായ ആൻസർ അല്ല, ഉത്തരമല്ല എന്നാണ് മാഡം പറയുന്നത്. ഓക്കെ. సో ఒక తల్లి కావడం అనేది, మాతృత్వం అనేది మనకు సహజంగా ఉన్న గుణం స్త్రీలలో. ഒരു സ്ത്രീയിൽ അമ്മയാവുക എന്നുള്ളത് അത് നാച്ചുറലി, അത് എന്താ പറയാ, സ്വാഭാവികമായിട്ടും നമുക്കുള്ള ഒരു ക്വാളിറ്റിയാണ് അത്. അത് നമ്മളൊരു സഹജമായ ഒരു ക്വാളിറ്റിയാണ്, ഒരു സ്വഭാവമാണ് ഒരു അമ്മയാകുക എന്നുള്ളത്. ఓకే మేడం. మాతృత్వం అనేది మన చిన్న పిల్లల్లో కూడా చూస్తాం. కేరింగ్. ఇప్పుడు తండ్రి కానీ అన్న కానీ ఇంటికి వచ్చిన వెంటనే తల్లి వడ్డించడం, సర్వ్ చేయడం అనేది కాకుండా చిన్న చిన్న పిల్లలు, వాళ్ళ ఇంట్లో ఉన్న ఆడపిల్లలందరూ కూడా ఆ పనులు చేస్తూ ఉంటారు అన్నమాట. లైక్ పోషించడం కానీ, ప్రేమ చూపించడం కానీ, టేకింగ్ కేర్, ఇవన్నీ కూడా మాతృత్వం యొక్క లక్షణాలు మనలో సహజంగా ഇപ്പൊ ఉంటాయి చిన్నప్పటి నుండే. ഇപ്പൊ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മാതൃത്വം എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗുണമാണത്, അല്ലെങ്കിൽ ഒരു സ്വഭാവം, ഒരു നേച്ചറാണ് നമ്മളെ. ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് അച്ഛനോ അല്ലെങ്കിൽ സഹോദരന്മാരോ ഒക്കെ വരുമ്പോ, അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീന്റെ ഭർത്താവോ മകനൊക്കെ വരുമ്പോ വീട്ടിലുള്ള ചെറിയ ചെറിയ പെൺകുട്ടികളും കൂടി അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്മ എന്താണോ ചെയ്യണേ അതുപോലെ ഈ പെൺകുട്ടികളും ചെയ്തു കൊടുക്കും. ഇതൊക്കെ മാതൃത്വത്തിന്റെ ഒരു ഭാഗമാണ് എന്നാണ് പറയുന്നത്. ఓకే. సో ఇక్కడ మాతృత్వం అనేది మనందరిలో ఉంటుందన్నమాట. స్త్రీలు కావచ్చు, పురుషులు కావచ్చు. ఇక్కడ భౌతిక ఐడెంటిటీతో పని లేదు. అందరిలో മാതൃത്വം మాతృత్వం ఉంటుంది. എന്ന് പറയുന്ന ഒരു ഗുണം എല്ലാ മനുഷ്യരിലും ഉണ്ടത്. അത് ഒരാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അത് ഭൗതികമായിട്ട് അയാൾ ഒരാണാണ്, അയാൾക്ക് മാതൃത്വം ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ പറയുന്നില്ല. മാതൃത്വം എന്ന് പറഞ്ഞ ആ കെയറിങ്, ആ ലാളന, ആ പരിഗണന, ഇതൊക്കെ നമ്മളില് മനുഷ്യരില് സഹജമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഗുണമാണ്. ఓకే. సో ఫెమినిన్ ఎనర్జీ అంటే ఏంటి అంటే క్రియేషన్, నర్చూరింగ్, సో లైక్ టేకింగ్ కేర్ ఆఫ్ ఎవ్రీథింగ్. సో ఇవన్నీ కూడా ఫెమినిన్ ఎనర్జీస్. ఇప్పుడు ഫെമിനൈൻ എനർജി അല്ലെങ്കിൽ ഒരു സ്ത്രീ ശക്തി എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? ഒരു ക്രിയേറ്റിവിറ്റി, ഒന്നിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി, അതേപോലെ ഒന്നിനെ കെയർ ചെയ്യാനുള്ള ഒരു ശക്തി, മറ്റുള്ളവരെ പോറ്റി വളർത്താനുള്ള ഒരു കഴിവ്, ഇതൊക്കെയാണ് ഒരു സ്ത്രീ ശക്തിയിൽ ഉൾപ്പെടുന്നത് ഫെമിനിൻ എനർജി എന്ന് പറഞ്ഞാൽ. ఓకే. అన్నిటికన్నా ఎక్కువ స్త్రీతత్వం అంటే రిసీవింగ్ ఇంట్యూషన్ ఫ్రమ్ ద ఇన్సైడ్. చెప్పాను కదా, మన లైఫ్లో ఏ టైంలో ఎలా డిసైడ్ చేసుకోవాలి, డెసిషన్ తీసుకోవాలి అన్నది మనలో ఉన్న స్త్రీతత్వం. നമ്മളിലുള്ള ഒരു സ്ത്രീ തത്വം,
അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിൽ നിന്നും ഒരു ഇൻഡ്യൂഷനെ സ്വീകരിച്ച് അത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്ത്രീ തത്വം. അതൊരു സ്ത്രീക്കേ സാധ്യമാവുകയുള്ളൂ. ഓക്കെ. ఫెమినైన్ ఎనర్జీ అంటే బీయింగ్ మోడ్ అండ్ మస్కులైన్ ఎనర్జీ అంటే డూయింగ్ మోడ్. మనము ఫెమినైన్ ఎనర్జీస్ అంటే ఏమని చెప్పచ్చు, హృదయవంతంగా జీవించడం. మస్కులైన్ అంటే బుద్ధి పరంగా జీవించడం అన్నమాట, లాజికల్గా థింక్ చేయడం. ഫെമിനൈൻ എനർജി ഉണ്ട്, മസ്കുലർ എനർജിയാ, മസ്കുലിൻ എനർജിയാ? మస్కులైన్ ఎనర్జీ. മസ്കുലിൻ എനർജി. సో ఫెమినైన్ మీన్స్ അതായത് ఫెమినైన్ మీన్స్ బీయింగ్ మోడ్ అండ్ మస్కులైన్ మీన్స్ డూయింగ్ మోడ్. ഡൂയിങ് മോഡ്. അതായത് സ്നേഹതത്വത്തിൽ, പ്രേമതത്വത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഫെമിനൈൻ എനർജി. മസ്കുലിൻ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡൂയിങ് മോഡാണ്, അതായത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ തത്വം. നമ്മളതാണെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ റിസീവ് ചെയ്യുക, അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്ത്രീ എനർജിയുടെ തത്వం. సో ఈ తత్వము మనలో తక్కువైనప్పుడు మనకు మాతృత్వం సంబంధించిన ప్రాబ్లమ్స్ క్రియేట్ అవుతాయి. ഈ എന്താ പറയുക, ആ കെയറിങ്, ആ ഒരു അമ്മ എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. ആ ഒരു നേച്ചർ നമ്മളിൽ എപ്പോഴാണോ കുറഞ്ഞു പോണത്, ആ സമയത്ത് നമുക്ക് ഒരു അമ്മയാകാൻ വളരെ കഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു ഗർഭധാരണം വളരെ കഷ്ടമാണ് എന്നാണ് പറയുന്നത്. సో ఇక్కడ రెండు బ్యాలెన్స్గా ఉండడం అనేది స్త్రీ యొక్క సహజ లక్షణం కావాలి, స్త్రీతత్వం మరియు పురుషతత్వం. సో అప్పుడు మనం దేనైనా మన లైఫ్లో సృష్టించగలుగుతాం, రెండు బ్యాలెన్స్గా ఉంటే. ഇപ്പോ ഒരു മനുഷ്യനില് ഫീമെയിൽ എനർജി, മസ്കുലിൻ എനർജി രണ്ടും ഉണ്ട്. ഇത് ഈക്വൽ ആവണം നമ്മളിൽ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതുപോലെ തന്നെ ചെയ്യാനും ഒരു ക്രിയേറ്റിവിറ്റി എന്നത്, ഇതെല്ലാം കൂടി ഒരു ബാലൻസ്ഡ് സ്റ്റേജിൽ ആവുമ്പോൾ മാത്രമേ നമുക്കൊരു മാതാവാകാൻ അല്ലെങ്കിൽ ഒരു മാതൃത്വത്തിനെ സഫലീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. అంటే ఈ మాతృత్వం అనే లక్షణాలు స్త్రీలలో ఉంటుంది, పురుషులలో ఉంటుంది అన్నమాట. టేకింగ్ కేర్ చేయడము, క్రియేషన్ చేయడం అనేవి రెండు బ్యాలెన్స్లో ప్రతి ఒక్కరు, లేడీస్ కావచ్చు జెంట్స్ కావచ్చు, ఆ క్వాలిటీస్ని రెండు స్త్రీ పురుషతత్వాలను బ్యాలెన్స్ చేసుకోవాలి. ഇപ്പോ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും ഈ രണ്ട് തത്വങ്ങളും ഉണ്ട്. സ്ത്രീ തത്വമുണ്ട്, പുരുഷ തത്വമുണ്ട്. പുരുഷനിലെ പുരുഷതത്വം, സ്ത്രീയിലെ സ്ത്രീതത്വം, അങ്ങനെയല്ല, രണ്ടിലും രണ്ടും ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഗുണങ്ങളും എപ്പോഴാണോ ബാലൻസ്ഡ് ആവണേ, ക്രിയേഷൻ നടത്താനുള്ള ആ ശക്തി, കൊടുക്കാനുള്ള ശക്തി, അത് കെയറിങ് ചെയ്യാനുള്ള ശക്തി, ആ പ്രേമതത്വം, ഇതൊക്കെ എപ്പോഴാണോ ഒരു ഹാർട്ട്ഫുള്ളായിട്ട് നമുക്ക് മറ്റുള്ളവരെ പരിചരിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഉള്ള ആ ശക്തി എപ്പോഴാണോ ഇതെല്ലാം ഈക്വൽ ആവുന്നത്, അപ്പോഴാണ് ഒരു സ്ത്രീക്ക് ഒരമ്മയാകാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്. సహజంగా చెప్పాలంటే మాతృత్వం అనేది సమస్త సృష్టికి సంబంధించింది. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു മാതൃത്വം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. సో ఇక్కడ భూమాత ఒక మెసేజ్ ఇచ్చారు, ఏమంటే ఎప్పుడైతే మనం సమస్త సృష్టితో ఒకటైపోతామో, ఇంకా ధ్యానం చేసినప్పుడు ఇక్కడ ఫిజికల్ ఐడెంటిటీ ఏది ఉండదు. సో కంప్లీట్గా మనం ఆ శూన్య స్థితిలో ఆ యూనివర్స్తో మమైకం అవుతామో, ఆ యూనివర్స్ ఇంకా ఇన్ఫినిటీగా పెరుగుతుందంట. അതായത് നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ എപ്പോഴാണോ ഈ ഒരു ശൂന്യാവസ്ഥയിലാവുന്നത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചവുമായി നമ്മൾ കണക്റ്റ് ആവുന്നത്, പ്രപഞ്ചം അനന്തമാണ്. ഈ അനന്തത വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. సో ఇక్కడ ఏమని మదర్ చెప్తారంటే, వి క్రియేట్ అండ్ కంటిన్యూ లైఫ్ ఫోర్స్ బై ఫీలింగ్ వన్నెస్ అండ్ కనెక్టింగ్ ఎవ్రీవేర్.
కనెక్టింగ్ విత్ ఎవ్రీ వన్. సో ఆ విశ్వ చైతన్య స్థితిలో మనమంతా ఒక్కసారి మమైకమైనప్పుడు ఆ క్రియేషన్ అనేది ఇంకా పెరుగుతుందంట, സൃഷ്ടി అనేది ఇంకా പെരുകുത്തു വെളുത്തുന്നുണ്ട്. അതായത് ഭൂമിദേവി നമുക്കൊരു മെസ്സേജ് തന്നു. എപ്പോഴാണോ നമ്മൾ ഈ പ്രപഞ്ചവുമായി കണക്റ്റ് ആവുന്നത്, നമ്മൾ എപ്പോഴാണോ ഒന്നാവുന്നത്, ഇതിലേക്ക് നമ്മൾ എപ്പോഴാണോ ഇറങ്ങിച്ചെല്ലുന്നത്, അങ്ങനെ ചെയ്യുന്ന അവസ്ഥയിൽ യൂണിവേഴ്സുമായിട്ട് നമ്മൾ എപ്പോഴാണോ ഒന്നായി കണക്റ്റ് ആവുന്നത്, ആ അവസ്ഥയിൽ നമ്മളിലുള്ള ക്രിയേറ്റിവിറ്റി കൂടെ വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. సో మదర్హుడ్ని ఆ దృష్టికోణంతో మనం చూడాలన్నమాట. సో ఆ స్థితికి మనం వెళ్ళినప్పుడు దేన్నైనా సృష్టించుకోగలం. ഈ മാതൃത്വം എന്നത് ആ ഒരു കോണിലാണ് നമ്മൾ നോക്കി കാണേണ്ടത്. എപ്പോഴാണ് നമ്മൾ യൂണിവേഴ്സുമായിട്ട് ഒരേ ഐക്യതയിൽ വരുന്നത്, അപ്പോഴാണ് നമ്മളിൽ ക്രിയേഷൻ നടക്കുന്നത്, ആ സ്ഥിതി നമ്മൾക്ക്, ആ കഴിവ് നമ്മൾക്ക് കൈവരുന്നത് എന്ന് മനസ്സിലാക്കുക. సో ఒకవేళ ఇప్పుడు మనం ఒక తల్లిగా మారామనుకోండి, బిడ్డకు జన్మనిచ్చి తల్లిగా మారిన తర్వాత మనలో ఎంతో మెచ్యూరిటీ వస్తుంది. ప్రతి బిడ్డను కూడా మన పిల్లలుగా చూసుకుంటాం. ఏ బిడ్డ ఏడ్చినా కూడా మనలో సొంత తల్లికి కాదు, ఏ తల్లికైనా కూడా బాధ కలుగుతుంది అనమాట. అలా మాతృత్వం అనేది ఇది ఒక్కరికి సంబంధించింది కాదు, ఒక కనెక్టివిటీ. അതായത് ഒരു സ്ത്രീ ഒരു അമ്മയായ ശേഷം ഒരുപാട് മെച്യൂരിറ്റി, പക്വത, വിവരം ആ അമ്മയ്ക്ക് കൈവരുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ കുട്ടി കരയുമ്പോൾ എപ്പോഴാണോ ആകുലതപ്പെടുന്നത്, അതുപോലെ തന്നെ മറ്റേതെങ്കിലും കുട്ടികൾ കരയുമ്പോൾ നമുക്കും അവിടെ ഒരു ആകുലത വരും, അല്ലെങ്കിൽ നമ്മൾ അതില് നമ്മളെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലുള്ള മാതൃത്വം എന്ന് പറയുന്ന ഗുണം അവിടെ പുറത്തു വരികയാണ് ചെയ്യുന്നത്. എപ്പോഴാണോ നമുക്ക് അങ്ങനെ ഓരോ കണികകളുമായിട്ട് നമുക്ക് എപ്പോഴാണോ ഒരു വണ്ണസ് വരുന്നത്, ഒരു യൂണിറ്റി വരുന്നത്, അവിടെയാണ് നമ്മളെ ക്രിയേറ്റിവിറ്റി ഹയസ്റ്റ് ലെവലിലായി നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മളിലുള്ള മാതൃത്വം പൂർണ്ണമാകുന്നത് എന്നാണ് പറയുന്നത്. సో ఒక తల్లి ప్రతి బిడ్డను కూడా తన బిడ్డలా చూసుకుంటుంది కదా, అలాగే ప్రతి వ్యక్తి కూడా ప్రతి దానిలో ఒక చైతన్యాన్ని చూడాలి. ఆ కాన్షియస్ని చూడగలిగితే అక్కడ వచ్చే వన్నెస్ చాలా ఇంపార్టెంట్ అన్నమాట మాతృత్వంలో. ഇപ്പോ ഒരമ്മയ്ക്ക് തൻ്റെ കുട്ടികളെ പോലെ തന്നെ മറ്റുള്ള കുട്ടികളെ കാണുമ്പോൾ തോന്നും ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു സ്നേഹം. അതെങ്ങനെയാണോ സംഭവിക്കുന്നത്, അത് ആ മാതൃത്വം ഉണരുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെയോ മറ്റെന്തെങ്കിലും ജീവജാലങ്ങളെയോ കാണുമ്പോൾ നമ്മളിലുള്ള ചൈതന്യം തന്നെയാണ് ആ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരുടെ ഉള്ളിലും ഉള്ളത് എന്നുള്ള ഒരു ഭാവന, എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണരുകയും അതിനെ നമ്മൾ ആദരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടെ ഒരു മാതൃത്വത്തിന്റെ മാതൃകയാണ് എന്നാണ് പറയുന്നത്. ఓకే. ఒకవేళ నా బిడ్డ ఒకటే బాగుండాలి, నా బిడ్డ ఒకటే ఎవ్రీథింగ్ అని అనుకుంటే అక్కడ నిజమైన మాతృత్వం కాదు. ഇപ്പോ ഒരു പക്ഷേ നമ്മള് എൻ്റെ കുട്ടി മാത്രം നന്നായി കാണണം, എൻ്റെ കുട്ടി മാത്രം ഹയസ്റ്റ് ആവണം എന്നൊരാൾ ചിന്തിച്ച് ഒരു സ്വാർത്ഥത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ അതിനെ ശരിയായ ഒരു മാതൃത്വം എന്ന് പറയാൻ സാധ്യമല്ല. సో ఇక్కడ ఎందుకు చెప్తున్నాను ఈ వన్నెస్ అనేది అంటే, సో నా వర్క్షాప్లో వచ్చిన వాళ్ళకి నేను అదే చెప్తాను. మీలో మాతృత్వం పెరగాలి అంటే ప్రేమతత్వం పెరగాలి, అన్కండిషనల్ లవ్. హలో మేడం చెప్తాను. వర్క్షాప్ മേഡത്തിന്റെ വർക്ക്ഷോപ്പിൽ വരുമ്പോൾ ക്ലാസ്സിൽ മേഡം എപ്പോഴും പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ പ്രേമതത്വം വളരണം. അൺകണ്ടീഷണൽ ലവ് എപ്പോഴാണോ വളരുന്നത് അപ്പോഴാണ് നമ്മളുടെ മാതൃത്വം പൂർണ്ണമാവുന്നത്. അതാണ് ക്രിയേറ്റിവിറ്റിന്റെ അടയാളം എന്നാണ് മേഡം പറയുന്നത്. ഓക്കെ.
అంటే ఆ ప్రేమతత్వం పెరగాలి అంటే మనము ప్లాంట్స్ ఎక్కడ నేర్చుకుంటాం ఆ అన్కండిషనల్ లవ్ అంటే పెట్ అనిమల్స్తో. ఒక ప్లాంట్స్తో ప్లాంటింగ్ అవన్నీ చేసినప్పుడు ఆ పెట్ అనిమల్స్తో ఉన్నప్పుడు ఆ నిజమైన ప్రేమతత్వాన్ని మనం ఫీల్ അవ్వచ్చు అనమాట. ഇപ്പോ നമ്മള് ഒരു സ്നേഹഭാവം എങ്ങനെയാണ് നമ്മളില് പ്രേമതത്വം എന്ന് പറഞ്ഞാൽ സ്നേഹഭാവം എങ്ങനെയാണ് എടുക്കുക എന്ന് വെച്ചാല് നമ്മൾ പ്ലാന്റ്സിനെ വളർത്തുക, അതിനെ സംരക്ഷിക്കുക, ശുശ്രൂഷിക്കുക. അതേപോലെ തന്നെ പെറ്റ് അനിമൽസിനെ നമ്മൾ വളർത്തുക, ശുശ്രൂഷിക്കുക. ഇങ്ങനെ മറ്റൊന്നിനു വേണ്ടി എപ്പോഴാണോ നമ്മളെ മനസ്സും ശരീരവും നമ്മൾ വിനിയോഗിച്ച് സർവീസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്താൻ, അല്ലെങ്കിൽ അതിനെ കൂടെ നമ്മൾ ആദരിക്കുന്നത്, ഇതിനെയാണ് അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ പ്രേമതത്വം, స్నేహభావం ఊటిఉറപ്പിക്കുക എന്ന് പറയുന്നത്. ఓకే. సో నా దగ్గరకు వచ్చిన అంటే వర్క్షాప్లో జాయిన్ అయిన వాళ్ళకి ఇదే చెప్తానన్నమాట. మీలో ఆ ప్రేమతత్వాన్ని పెంచుకోండి, ద్వేషించకూడదు. నాకు పిల్లలు కాలేదు, మా కో సిస్టర్కి పిల్లలైనారు అని చెప్పేసి అక్కడ ద్వేషభావం ఉంటే సో ఆ మాతృత్వం అనేది మనం పొందలేము. ഇവിടെ വർക്ക്ഷോപ്പിൽ വരുന്ന എല്ലാവരോടും മാഡം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിലുള്ള സ്നേഹഭാവത്തെ നിങ്ങൾ വളർത്തിയെടുക്കൂ, അതിനെ ഊട്ടിയുറപ്പിക്കൂ. മറ്റുള്ളവർക്ക് കുട്ടികളുണ്ട്, എനിക്ക് കുട്ടികളില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞിരിക്കുക, ദേഷിക്കുക ചെയ്താൽ നിങ്ങളെ മാതൃത്വത്തിന്റെ ശക്തി കുറഞ്ഞു പോവുകയുള്ളൂ. നിങ്ങൾ എപ്പോഴാണോ അൺകണ്ടീഷണൽ ലവിലേക്ക് പോകുന്നത്, വൺനെസ്സിലേക്ക് പോകുന്നത്, മറ്റുള്ളവരെ സർവീസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നത്, അങ്ങനെ നിങ്ങളിലുള്ള പ്രേമതത്വം എത്രത്തോളം സ്നേഹഭാവം നിങ്ങൾ വളർത്തിയെടുക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ഒരു മാതാവാകാനുള്ള ചാൻസിലേക്ക് നിങ്ങൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. సో వాళ్ళు ఎలా ప్రాక్టీస్ చేసేవారు అంటే పెట్ అనిమల్స్తో, తర్వాత వాళ్ళ ఇంట్లో ఒక తోట రెడీ అయిపోయేది మేడం. చిన్న చిన్న ప్లాంట్స్ వేసి ఆ ప్లాంట్స్తో టైం స్పెండ్ చేసేవారంట. చుట్టుపక్కల ఉన్న పిల్లలతో టైం స్పెండ్ చేసేవాళ్ళు. సో అక్కడ అంటే వాళ్ళలో ఎంతో చేంజెస్ వచ్చి వాళ్ళు తొందరగా ప్రెగ్నెంట్ అయిన కేసెస్ కూడా ఉన్నాయన్నమాట. ഇപ്പൊ മാഡം പറയുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, വർക്ക്ഷോപ്പിൽ വരുന്ന ആൾക്കാർക്കോട് ഈ സ്നേഹഭാവത്തിനെ വളർത്തിക്കൊണ്ടുവരാൻ പറയുമ്പോൾ അവരെന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് ചെടികളും എല്ലാം വളർത്താൻ തുടങ്ങി. അങ്ങനെ അവരെ വീട്ടില് നല്ലൊരു ഉദ്യാനം, ഒരു പൂന്തോട്ടം അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ പെറ്റ് അനിമൽസിനെ അവര് വളരെ സ്നേഹത്തോടു കൂടി ലാളിക്കുകയും പരിലാളിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുകയും, അതുപോലെ അടുത്തുള്ള കുട്ടികളൊക്കെ ആയിട്ട് ധാരാളം ചെറിയ കുട്ടികളുമായിട്ട് അവർ മിങ്കിള് ചെയ്യുകയും, അങ്ങനെ അവരിലുള്ള ആ മാതൃഭാവത്തിനെ അവര് എപ്പോഴാണോ അൺകണ്ടീഷണൽ ലവിലേക്ക് കൊണ്ടുവരുന്നത്, അങ്ങനെ ആയപ്പോ അവർക്ക് പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ടായി. അവരും ഒരു മാതൃത്വത്തെ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നാണ് మేడం പറയുന്നത്. సో ఇక్కడ అలాగే ఇప్పుడు మనకి పిల్లలు పుట్టలేదు అనుకుంటాం, దత్తు తీసుకోవడానికి, అడాప్షన్ తీసుకోవడానికి మనం ఆలోచిస్తామన్నమాట. బట్ అడాప్షన్ అనేది కూడా ఇది సోల్ ప్లానింగ్లో ఒకటి అని చెప్తారు. ഇപ്പൊ ഒരാൾക്ക് കുട്ടികളില്ല, അപ്പൊ അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവര് ദത്തെടുക്കാൻ തയ്യാറായിരിക്കും. അഡാപ്ഷൻ അതുകൂടെ നമ്മൾ വെറുതെ അങ്ങോട്ട് ചെന്നൊരു കുട്ടീനെ നമ്മൾ ദത്തെടുക്കുകയല്ല ചെയ്യുന്നത്. അതുകൂടെ ഒരു സോൾ പ്ലാൻ പ്രകാരം തന്നെയാണ് ഈ అడాప్టేషన్ നടക്കുന്നത് എന്നാണ് പറയുന്നത്. ఓకే. సో ఇక్కడ స్పిరిట్ బేబీస్ పుస్తకంలో ఆయన ఏం చెప్తారు అంటే, సో వీఆర్ ఆల్ కనెక్టెడ్ విత్ సమ్ ఎనర్జీ ఆర్ కార్మిక్స్ బాండ్. సో అక్కడ ఇది చెప్పండి మేడం. സ്പിരിറ്റ് ബേബീസ് എന്ന് പറയുന്ന ബുക്കിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആത്മപരമായിട്ടോ അല്ലെങ്കിൽ എനർജി ശക്തിപരമായിട്ടോ തമ്മിൽ നമ്മൾ കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. సో కొన్ని బేబీ సోల్స్ తల్లి గర్భం కోసం ఒకరిని చూస్ చేసుకుంటే, వాళ్ళు పెంచి పెరగడానికి, లైఫ్లో తల్లిగా ఉండడానికి ఇంకొకరిని చూస్ చేసుకుంటారంట. ഈ ബേബി സ്പിരിറ്റുകള്, ബേബി സോളുകള് അത് ഗർഭധാരണത്തിനൊരു ഗർഭപാത്രം തിരഞ്ഞെടുക്കും. പക്ഷേ അത് പുറത്തു വന്ന ശേഷം അത് വളരാൻ മറ്റൊരു അച്ഛനമ്മമാരെ അത് സോൾ പ്ലാനിൽ അത് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ മാം.
ఇక్కడ ఆయన ఏం చెప్తారు అంటే, ఇప్పుడు ఫర్ ఎగ్జాంపుల్ కృష్ణుడు దేవకికి జన్మించారు, బట్ తను పెరిగిందంతా కూడా యశోద మాతతో. సో 14 years యశోద మాతతో ఉన్న తర్వాత మళ్ళీ తన తల్లి దగ్గరికి వెళ్తారనమాట. సో ఇలా ఒక గర్భం కోసం 9 months ఎవరి గర్భంలో ఉండాలని తను డిసైడ్ చేసుకొని, సో లైఫ్ని పంచుకోవడానికి ఇంకొక తల్లిని చూస్ చేసుకొని కూడా వాళ్ళు వస్తారు. సో ఇక్కడ అడాప్షన్ తీసుకోవడం అనేది కూడా ఒక డివైన్ ప్లానే. అక్కడ ఎలాంటి സംശയം ఉండకూడదు మనకి. അതായത് ഇപ്പോ ഇതിന് ഉദാഹരണം ശ്രീകൃഷ്ണനെ തന്നെ. ശ്രീകൃഷ്ണനെ ദേവകിക്ക് ജനിച്ചു, ദേവകിയുടെ ഗർഭപാത്രത്തിലാണ് ജനിച്ചത്. പക്ഷേ വളർന്നതെല്ലാം യശോദാമ്മയുടെ അടുത്താണ്. 14 വർഷം അവിടെ വളർന്ന് ജനിച്ചോടത്തുനിന്ന് പോയി അവിടെ വളർന്നു. ശേഷം വീണ്ടും അത് സ്വന്തം ജന്മസ്ഥലത്തേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതൊരു സോൾ പ്ലാൻ ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു ദത്തെടുക്കുക എന്ന് പറയുന്നത് അതൊരു സിംപിളി ഒരു കാര്യമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇതും ഒരു സോൾ പ്ലാന് തന്നെയാണ് എന്നാണ് പറയുന്നത്. ఓకే మేడం. సో నాకు తెలిసిన విషయాలన్నీ ఈ వర్క్షాప్లో చెప్పాను. తర్వాత ఆల్మోస్ట్ దీని గురించి ఏదైనా డౌట్స్ ఉంటే అడగమని చెప్పండి మేడం. సో తర్వాత స్పిరిట్ బేబీతో ఇన్వైట్ చేసుకుంటూ ఒక మెడిటేషన్ చేద్దాం. ഓക്കെ. ഇപ്പൊ മാഡം പറയുന്ന മാഡത്തിന് ഈ ക്ലാസ്സിന് ആവശ്യമായിട്ടുള്ള വിഷയങ്ങള് മാഡത്തിന് അറിയുന്നതെല്ലാം നമുക്ക് പറഞ്ഞു തന്നു ഇതുവരെ. ഇനി ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾക്ക് മാഡത്തിനോട് ചോദിക്കാം. അതിനുശേഷം നമ്മൾ സ്പിരിറ്റ് ബേബീനെ ഇൻവൈറ്റ് ചെയ്തിട്ട് കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യാം എന്നാണ് പറയുന്നത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. മാം, ഈ തെറ്റായ ബിലീഫ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള കുറെ തെറ്റായ വിശ്വാസങ്ങൾ, അതൊക്കെ പോണെങ്കിൽ അതെന്ത് ചെയ്യുന്നു? അതുപോലെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ പോവാനൊക്കെ എങ്ങനെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പീരിയഡ് ടൈമിൽ തെറ്റായ ചില ധാരണകൾ ഉണ്ട് എന്നല്ലേ? തെറ്റായ കുറെ വിശ്വാസങ്ങള്, തെറ്റായ കുറെ ധാരണകൾ. തൊടാൻ പാടില്ല, അയിത്തം അങ്ങനെയൊക്കെ ഉള്ളതാ? അല്ല, പീരിയഡ്സിന്റെ മാത്രമല്ല, പൊതുവെ നമുക്ക് പല കുറെ നമുക്ക് ഓൾറെഡി ഉണ്ട് കുറെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് മാത്രല്ല, അപ്പൊ അങ്ങനത്തെ ഒക്കെ ബിലീഫ് സിസ്റ്റംസ് ഒക്കെ പോവാനും അതുപോലെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ పోవాനും కూడా చేయండి. అదాద్ಮೇಲೆ మేడం ఆమె ఏమడుగుతుందంటే, ఇప్పుడు మనకి చిన్నప్పటి నుంచి కొన్ని నమ్మకాలు ఏర్పడి ఉంటాయి కదా, కొన్ని నెగటివ్ థాట్స్ కానీ కొన్ని ఆచారాలు, ఇదన్నీ మన లోపల బాగా ఇంగిపోయి ఉంటది. అది పోవాలంటే మనం ఏం చెయ్యాలి అని అడుగుతుందా? సో డీప్ మెడిటేషన్లో అవన్నీ కూడా చేంజ్ అయిపోతాయి మేడం. డీప్ మెడిటేషన్, సజ్జన సాంగత్యము, లైక్ మైండెడ్ పీపుల్తో జాయిన్ అయినప్పుడు ఎన్నో పుస్తకాలు చదవాలి. సబ్ కాన్షియస్ మైండ్ పవర్ గురించి చదవమని చెప్పండి, ఇంగ్లీష్లో ఉంది. సో మన బిలీఫ్ సిస్టమ్ని ఎలా మార్చుకోవాలి అని చెప్పేసి చెప్తారు. కొన్ని పుస్తకాలు చెప్తాను మేడం. మ్యాజిక్ ఇంగ్లీష్లో ఉంది. ఇంకోటి పవర్ ఆఫ్ సబ్ కాన్షియస్ మైండ్, జోసెఫ్ మర్ఫీ ఆథర్ పేరు, మర్ఫీ అండ్ సంథింగ్. తర్వాత లూయిస్ హేవి, ఏవైనా పర్లేదు, లూయిస్ ఏ ఆథర్ పేరు. ఆమెవి పుస్తకాలు చాలా బాగున్నాయి మేడం. థాట్ పవర్ ఉంది, మేనిఫెస్టేషన్, మిర్రర్ వర్క్. వాళ్ళకి సూటబుల్, మోస్ట్ సూటబుల్ అంటే మిర్రర్ వర్క్ మేడం. మిర్రర్ వర్క్, యూ క్రియేట్ యువర్ ఓన్ రియాలిటీ. సో ఇవన్నీ చదువుతా. ఇప్పుడు అది మన లైఫ్లో మనం చేంజ్ అవ్వాలి అంటే ఇంకొకరి హెల్ప్ కాదు మేడం. మనం స్ట్రాంగ్గా మనల్ని మనం నమ్మాలి, సాధన చేయాలి. ఈ పుస్తకాలన్నీ కూడా చాలా యూజ్ అవుతాయి మన బిలీఫ్ సిస్టమ్ చేంజ్ చేసుకోవడానికి. సో 1 week ఒక్క పుస్తకం వదలకుండా చదవమని చెప్పండి. ഓക്കെ. അത് മാഡം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡീപ്പ് മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ സജ്ജന സാങ്കത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ അറിവുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ എപ്പോഴും കോണ്ടാക്റ്റിൽ ഇരിക്കുക.
അവരുമായിട്ട് ഈ വിഷയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുക. പിന്നെ സ്വാധ്യായം, അതായത് നമ്മൾ ബുക്കുകൾ, ഇതിനെ സംബന്ധിച്ചുള്ള ബുക്കുകൾ വായിക്കുക. ഇപ്പോ മാജിക് എന്ന് പറഞ്ഞ ബുക്കുണ്ട്, ദി പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, അതൊരു ബുക്കാണ്. മിറർ വർക്ക്, ഇതൊക്കെ നമ്മുടെ ബിലീഫ് സിസ്റ്റം, അതായത് നമ്മൾ ചെറുപ്പത്തിലേ നമ്മളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചില ബിലീഫ്സുകൾ, അതാണ് വർക്കൗട്ട് ആകുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ. ഇതെല്ലാം പോയി നമുക്ക് ശരിയായ മാർഗം മറ്റൊരാൾ പറഞ്ഞു തരണേലും നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. మేడం మీ వాయిస్ బ్రేక్ అవుతుంది. ఓకేనా మేడం? ఓకే. లాస్ట్ 1 minute వాయిస్ బ్రేక్ అయింది మేడం. పుస్తకాల నేమ్ చెప్పారు కదా, బుక్స్ నేమ్ చెప్పారు కదా, అక్కడ నుండి ఒక్కసారి చెప్పండి. ബുക്ക് ശരി, ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ മാജിക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്, മിറർ വർക്ക് ഉണ്ട്, യു ക്രിയേറ്റ് യുവർ ഓൺ റിയാലിറ്റി. ഈ ബുക്കുകളൊക്കെ, ഇങ്ങനെയുള്ള കുറച്ച് പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം വായിക്കുക. ഒരു 1 വീക്ക് ഒരു ബുക്ക് എടുത്തിട്ട് ഒരു 1 വീക്ക് നിർത്താതെ നിങ്ങൾ അത് വായിച്ചുകൊണ്ട്, നിർത്താതെ എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടുമ്പോൾ ഇന്ന് വായിച്ച് 4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വായിക്കുക, അങ്ങനെയല്ല. കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഒരു ടൈം വെച്ചിട്ട് നമ്മൾ ആ ബുക്കിനെ, എല്ലാ പണിയും കഴിഞ്ഞിട്ട് ആ ബുക്കിനെ മനസ്സിരുത്തി വായിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് ചേഞ്ച് വരും, നമ്മുടെ ബിലീഫ് സിസ്റ്റങ്ങളിലൊക്കെ മാറ്റം വരും. മാജിക് നല്ല ബുക്കാണ്, അത് വായിക്കുക. ഓക്കെ. യെസ് മേഡം. ఇంకా ఏమైనా డౌట్స్ ఉన్నాయా? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാന്നാണ് പറയുന്നത്. ఓకే, ఈ మెడిటేషన్ చేసుకుందాము. ఎస్, ഇപ്പൊ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. కంప్లీట్ రిలాక్స్ అవ్వండి. జస్ట్ బీ విత్ యువర్ బ్రెత్. എല്ലാരും കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ആവണം. మై డియర్ స్పిరిట్ బేబీ, സ്പിരിറ്റ് ബേബിയെ ഇൻവൈറ്റ് ചെയ്യുക. ఒక ప్రేమపూర్వకంగా ఆహ్వానించుకుందాం. വളരെ സ്നേഹതത്വത്തോടുകൂടി, സ്നേഹഭാവത്തോടുകൂടി ആ സ്പിരിറ്റ് ബേബിയെ ഇൻവൈറ്റ് ചെയ്യാം. నేను మరియు నా కుటుంబం అంతా కూడా నీ ఆగమనం కోసం వేచి ఉన్నాము. ഞാനും എൻ്റെ കുടുംബവും കുടുംബത്തിലുള്ള എല്ലാവരും ഈ സ്പിരിറ്റ് ബേബിയുടെ ആഗമനത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. నువ్వు మా భవిష్యత్తు. యు ఆర్ మై ఫ్యూచర్. ഞങ്ങളുടെ ഭാവിയിലെ യു ആർ మై ఫ్యూచర్. ഞങ്ങളുടെ ജീവന ഭാവി എന്ന് പറയുന്നത് നീയാണ്. అలాగే మానవ కులానికి భవిష్యత్తు. അതുപോലെ മനുഷ്യവർഗത്തിന്റെ തന്നെ ഭാവി നിന്നിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. నాయకత్వపు గుణాలతో ഒരു ലീഡർഷിപ്പിന്റെ ప్రభావത്തോടു കൂടി ఆరోగ్యത്തോടു കൂടി శక్తియుతమైన എല്ലാവിധ ശക്തിയോടും കൂടി బుద్ధితో, ఇంటెలిజెన్స్తో, ബുദ്ധിയും ഇന്റലിജൻസും എല്ലാം ഉണ്ടായിക്കൊണ്ട് ధైర్యశాలివై
വിത്ത് കറേജിയസ്. ഒരു ധൈര്യശാലിയായിട്ട്, അതേപോലെ ഒരു സാഹസികനായിട്ട്, ప్రేమ, దయ, కరుణ, ఆనందం లాంటి గుణాలతో പ്രേമദയ, കരുണ, ആനന്ദം ഇങ്ങനെയുള്ള നല്ല സൽഗുണങ്ങളോട് കൂടിയിട്ട് ఈ ప్రపంచంలోకి మిమ్మల్ని ఆహ్వానిస్తున్నాము. ഈ പ്രപഞ്ചത്തിലേക്ക് നിന്നെ ഞങ്ങൾ ആഹ്വാനിക്കുന്നു. వి వెల్కమ్ యూ, వి వెల్కమ్ యూ, వి వెల్కమ్ యూ. ഞങ്ങൾ നിന്നെ വെൽക്കം ചെയ്യുന്നു, വെൽക്കം ചെയ്യുന്നു. సో ఆ బేబీ మీ ముందర కనిపిస్తోంది, విజువలైజ్ చేసుకోండి. సో యూ కెన్ సీ ద స్పిరిట్ బేబీ ఇన్ ఫ్రంట్ ఆఫ్ యూ. ആ കുട്ടിയെ നിങ്ങളുടെ മുന്നിൽ കാണുന്നതായി നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ఆ బేబీని హగ్ చేసుకోండి. ആ കുട്ടിയെ നിങ്ങൾ ആലിംഗനം ചെയ്യുന്നതായി സങ്കല്പിക്കുക. మిమ్మల్ని తల్లిదండ్రులుగా సెలెక్ట్ చేసుకోమని రిక్వెస్ట్ చేసుకోండి. നിങ്ങളെ അച്ഛനമ്മമാരായി സെലക്ട് ചെയ്യാൻ അവരോട് അപേക്ഷിക്കൂ. సో ఆ బేబీ ఎనర్జీస్తో కనెక్ట్ అవుతూ ఈ ధ్యానాన్ని కంటిన్యూ చేసుకుందాం. ആ ബേബിയുടെ എനർജി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ധ്യാനത്തിലിരിക്കുക. సో ఎవరు కళ్ళు ఓపెన్ చేయొద్దండి, ఈ ధ్యానాన్ని కంటిన్యూ చేయండి. ആരും കണ്ണുകൾ തുറക്കരുത്. ഈ ധ്യാനം കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക.
ఓకే మాస్టర్స్, వండర్ఫుల్ మెడిటేషన్ ఈస్ గోయింగ్ ఆన్. మీకు ఇంకా కంటిన్యూ చేయాలనిపిస్తే కంటిన్యూ చేయండి, లేదా మీ ఎక్స్పీరియన్స్ షేర్ చేసుకోవచ్చు.